നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ഈ വേളയിൽ ഇന്ന് വചനം സംസാരിക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. സ്വർഗാരോഹണ പെരുന്നാളിനും പെന്തക്കോസ്ത് പെരുന്നാളിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നാം കാത്തിരിക്കുകയാണ്. ആമുഖമായി 2 വേദഭാഗങ്ങൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 2-ാമത്തെ ഭാഗം അതേ അധ്യായം 14-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് പരിശുദ്ധ ശിഷ്യന്മാർ കാത്തിരുന്നു എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും ലഭ്യമായ തെളിവുകളാണ്. പ്രത്യേകിച്ചും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തതാണ്. നഗരത്തിൽ തന്നെ പാർക്കണം, നഗരം വിട്ടു പോകരുത്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവാനായിട്ട് അവരോട് കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിച്ചാണ് അവർ നഗരത്തിൽ തന്നെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. അതിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പുറത്തുനിന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർ യെരൂശലേമിൽ പാർക്കുകയും ഒന്നിച്ചു കൂടിയിരുന്ന പ്രാർത്ഥിക്കുകയും ചെയ്ത അതിനെ അനുസ്മരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭ നിർവഹിക്കുന്നത്. ഒരു പുതിയ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ടല്ല, പിന്നെയോ പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭ്യമായ ആത്മാവിന്റെ പുതുശക്തിയും നവീകരണവും പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ടാണ് പരിശുദ്ധ സഭ ഈ ദിവസങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. നാം ആമുഖത്തിൽ വായിച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങളും 25-26 വാക്യങ്ങളും പരിശോധിച്ചാൽ ആത്മാവ്
എന്താണെന്നും ആത്മാവ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ നമ്മുടെ കർത്താവ് വളരെ വിശദമായി നമ്മോട് കൽപ്പിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 16-17 വാക്യങ്ങളിൽ എനിക്ക് തോന്നുന്നു 5 പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് സത്യത്തിന്റെ ആത്മാവ് എന്നാണ്. സത്യത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിന്റെ ഒരു സെൽഫ് എക്സ്പ്രഷനാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് സത്യം എന്ന് പറയുന്നത്. അത് സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. അപ്പൊ ആത്മാവ് ദൈവമാണ്, ആത്മാവ് സത്യമാണ് എന്നുള്ളത് അവിടെ വ്യക്തമാകുന്നു. രണ്ടാമത്തേത് കാര്യസ്ഥൻ എന്നുള്ള ഒരു വാക്കാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവ് കാര്യസ്ഥനാണ്, അവനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അവനാണ് നിയന്ത്രിക്കുന്നത് കാര്യങ്ങളൊക്കെ. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത കർത്താവ് പറയുന്നു, അവൻ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് എന്നുള്ളതാണ്. ഫോറെവർ. പരിശുദ്ധാത്മാവാണ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ശരീരപ്രകാരം നമ്മോടൊപ്പം വസിച്ചു. അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ വീണ്ടും എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു എന്നുള്ളത്. എന്നേക്കും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം അറിയുകയും മനസ്സിലാക്കുകയും എപ്പോഴും കൂടെ ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത്. നാലാമത്തേത് ലോകം പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിനെ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമുക്കുള്ള പ്രത്യേകത എന്താണ് എന്നുള്ളത് 5-ാമതായിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്ക് അവൻ നമ്മോട് കൂടെ വസിക്കുകയും നമ്മളിരിക്കുകയും ചെയ്യുന്നതിനാൽ അവനെ അറിയാം. അതോ ലോകത്തിലുള്ള മറ്റാളുകൾക്ക് പരിശുദ്ധാത്മാവിനെ അറിയുവാൻ കഴിയുകയില്ല. കാരണം അവർ അതിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ലഭിക്കുകയില്ല. എന്നാൽ നമുക്ക് അവൻ നമ്മോട് കൂടെ വസിക്കുകയും നമ്മളിരിക്കുകയും ചെയ്യുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ അറിയാം എന്നുള്ള കാര്യം കർത്താവ് പറയുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളാണ് 16-17 വാക്യങ്ങളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. അതേ അധ്യായം രണ്ടാമത് ഞാൻ വായിച്ചത് 14-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ, പ്രത്യേകിച്ചും 26-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്നുള്ളത്? പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരും എന്നാണ് പറയുന്നത്. നമുക്ക് സകലവും ഉപദേശിച്ചു തരും, നമ്മെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമത് അവിടെ പറയുന്നു, യേശു തമ്പുരാൻ പറഞ്ഞതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. യേശു തമ്പുരാൻ വളരെയധികം കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നിത്യജീവനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവയെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. പരിശുദ്ധാത്മാവ് സകല സത്യവും നമുക്ക് ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് യേശു തമ്പുരാൻ നമ്മോട് കൽപ്പിച്ചതൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തും. അത് വെറുതെ സംഭവിക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും ഡൈനമിക്കായിട്ട്, പരിശുദ്ധാത്മാവ് എപ്പോഴും വളരെ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളിരിക്കുന്ന മുറികളിൽ ടിവിയുടെ തരംഗങ്ങൾ ഉണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ചിത്രം കാണുന്നതിന് കഴിയാത്തതിന്റെ കാരണം ആ തരംഗങ്ങളെ സ്വീകരിക്കുന്ന റിസീവർ ഇല്ല, അത് പ്രൊജക്ട് ചെയ്യുന്ന ഒരു സ്ക്രീനില്ല എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരുന്നു, പരിശുദ്ധാത്മാവ് സകലവും ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഒരു റിസീവർ എന്ന് പറഞ്ഞാൽ നമുക്കത് റിസീവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിലേക്ക് തിരിച്ചു വെക്കുവാനായിട്ടുള്ള നമ്മുടെ താല്പര്യം, ഇതൊക്കെ അനുസരിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മളുള്ളത് എന്നുള്ളത് പ്രത്യേകമായി നാം ധ്യാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ കഴിയുക. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് കൽപ്പിച്ച കൽപ്പനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനെ ശ്രദ്ധിക്കുക.
ഇതാണ് നമുക്ക് അത്യാവശ്യമായും ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ മാത്രമേ നമുക്ക് പലപ്പോഴും പ്രധാനമായിട്ട് തോന്നാറുള്ളൂ. അത് തെറ്റാണ് എന്നുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ കാര്യമായി നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമുക്ക് ആത്മാവിന്റെ ശക്തിയുണ്ടോ, ആത്മാവിന്റെ പ്രവർത്തനമുണ്ടോ എന്നറിയുന്നതിന് എന്താണ് മാർഗം? അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലത്തിനാൽ അറിയാം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആത്മാവിന്റെ പ്രവൃത്തി നമ്മിലുണ്ടോ എന്നുള്ളത് അറിയുന്നതിനുള്ള മാർഗം, ആത്മാവിന്റെ ശക്തി നമ്മിലുണ്ടോ അറിയുന്നതിനുള്ള മാർഗം, ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ പലപ്പോഴും നമുക്ക് വരങ്ങളിലാണ് താല്പര്യം. പ്രവചനവരം, രോഗശാന്തി വരം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ വരങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നമുക്ക് സ്നേഹമുണ്ടോ? എന്താണ് സ്നേഹം എന്നുള്ളത് ചോദിച്ചാൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടിവിയിലെ പരസ്യം ശ്രദ്ധിച്ചത് ഞാൻ ഓർക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ പ്രസ്റ്റീജ് വാങ്ങിച്ചു കൊടുക്കും. പ്രസ്റ്റീജ് പ്രഷർ കുക്കറാണ്. വസ്തുമയമായ സ്നേഹമല്ല ആത്മാവിന്റെ സ്നേഹം. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന സ്നേഹം അത് ജീവൻ നൽകുന്ന സ്നേഹമാണ്. അത് ക്രൂശിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്നേഹമാണ് ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം. അത് ആ സ്നേഹം ഉണ്ടോ എന്നുള്ളത് സന്തോഷം. സന്തോഷം എന്നുള്ളത് പലപ്പോഴും നമുക്ക് പ്ലഷർ എന്നുള്ള നിലയിൽ നമ്മൾ സന്തോഷത്തെ കാണുന്നുള്ളൂ. എന്നാൽ മറ്റൊരു വാക്ക് ജോയ്, അത് ഉള്ളിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ചില സാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ എന്നാൽ യഥാർത്ഥമായ ജോയ്, സന്തോഷം, അത് ആത്മാവിന്റെ ഫലമാണ്. സമാധാനം. സമാധാനം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും തോന്നുന്നത് ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ് എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ആണ് സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ സമാധാനം, ദീർഘക്ഷമ നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും പറയും നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നില്ല, മറക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. ആത്മാവിന്റെ ശക്തി കൂടി വരുമ്പോൾ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. ദയ, നമ്മൾ കമ്പാഷൻ നഷ്ടപ്പെടുന്നവരായി തീരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ആത്മാവിന്റെ ശക്തി ഇല്ലാത്തതാണ്. പരോപകാരം, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള താല്പര്യം, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, അത് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിന്റെയൊക്കെ പ്രധാന കാരണം ആത്മാവിന്റെ ശക്തി കുറച്ചു പോകുന്നു എന്നുള്ളതാണ്. സൗമ്യത, പലപ്പോഴും നമ്മളിപ്പോ ഭയങ്കര അഗ്രസീവാണ്. വളരെ പെട്ടെന്ന് മറുപടി പറയുവാൻ നമ്മുടെ ശാന്തതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദ്രിയജയം, നമുക്ക് നമ്മെ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള കഴിവ്, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരാളിൽ വസിക്കുമ്പോൾ ആ ആളിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരിക്കൽ കൂടെ പറയാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവ നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളായി പുറപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിച്ച് നമുക്ക് ഇത്തരത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു
കുടുംബ ജീവിതത്തിന്, ഇടവക ജീവിതത്തിന്, സാമൂഹിക ജീവിതത്തിന് നാം ഇങ്ങനെ ആത്മാവിന്റെ ഈ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ തുടങ്ങിയാൽ അത് സമൂഹത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, കുടുംബങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ അശാന്തിയും, എല്ലാ കുടുംബങ്ങളിലും അല്ല എങ്കിൽ പോലും ചില കുടുംബങ്ങളിലെങ്കിലും അതിന്റെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട്, കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടവക ജീവിതത്തിലും സഭാ ജീവിതത്തിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ നമ്മെ വ്യത്യാസപ്പെടുത്തുന്ന നമ്മുടെ യുണീക്നെസ് നമ്മൾ ആത്മാവിൽ ചരിക്കുകയും ആ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവെ വരണമേ, ശക്തിയെ തരണമേ, പുതുക്കണമേ എന്ന് നമ്മൾ മുട്ടുപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് വസിച്ച് ഇതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ നിങ്ങൾക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. അതായിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരും. ആ ഉപദേശങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മുടെ ആത്മീയ കാതുകളെ പരിശുദ്ധാത്മാവിലേക്ക് തുറന്നു പിടിക്കുവാൻ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബുദ്ധിയെ യേശുദമ്പുരാൻ പറഞ്ഞത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിലേക്ക് ഒക്കെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം കൂടെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങി ആവർത്തിച്ച് നമ്മെ ശക്തീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ നിങ്ങളോടുകൂടെ ഈ പ്രയർ ലൈനിൽ വരുവാനായിട്ടിടയാക്കിൽ ഒരിക്കൽ കൂടിയുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഇങ്ങനെയുള്ളൊരു സംവിധാനം പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇല്ല. ബാംഗ്ലൂരിലൊക്കെ ഇതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറഞ്ഞതാണ്. എങ്കിലും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ വളരെയധികം അഭിനന്ദിക്കുകയും അതിനെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് എന്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ബലഹീനായ എനിക്ക് വേണ്ടിയും വളർന്നു വരുന്ന ബാംഗ്ലൂർ ഭദ്രാസനത്തിന് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു.